എമറാൾഡ് വിസ്പർ ജംഗിളിന്റെ ആഴത്തിൽ ചെറിയ നക്ഷത്രങ്ങളെപ്പോലെ മിന്നുന്ന മിന്നാമിനുങ്ങങ്ങളും രാത്രിയിൽ മൃദുവായി പാടുന്ന പൂക്കളുമുള്ള ഒരു കാട്ടിൽ ലൂമോ എന്ന ചെറിയ മാൻ ജീവിച്ചിരുന്നു. ലൂമോ ചെറുതും സൗമ്യവുമായിരുന്നു. അവന്റെ കാലുകൾ സുന്ദരമായി നേർത്തതും ശബ്ദം വളരെ മൃദുവുമായിരുന്നു. ലൂമോയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവന് കാട് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയും. കാടിന്റെ നടുവിൽ വളരെ പഴക്കമുള്ള വിസ്പറിംഗ് ട്രീ നിലകൊണ്ടിരുന്നു. ചന്ദ്രപ്രകാശത്തിൽ അതിന്റെ തടി വെള്ളി പോലെ തിളങ്ങി. ഒരു രാത്രിയിൽ ആ വൃക്ഷം ദുഃഖത്തോടെ പറഞ്ഞു, "എന്റെ അടിയിലുള്ള ഗോൾഡൻ റൂട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഗോൾഡൻ റൂട്ട് ഇല്ലാതായാൽ കാടിന്റെ മായാജാലം എന്നേക്കുമായി നഷ്ടമാകും." ലൂമോ ഭയപ്പെട്ടു. എങ്കിലും മറ്റുള്ളവരെ അറിയിക്കണം എന്നവന് മനസ്സിലായി. ലൂമോ മൃഗങ്ങളുടെ അടുത്തേക്ക് ഓടി. പക്ഷേ കാട്ടിലെ രാജാവായ സിംഹരാജാവ് ചിരിച്ചു. ഒരു ചെറിയ മാൻ മായാജാലത്തെക്കുറിച്ച് സംസാരിക്കുകയോ? അത് വെറും ഭ്രമം. ആരും ലൂമോയെ കേട്ടില്ല. പിന്നീട് കാട് മാറാൻ തുടങ്ങി. നദി മന്ദമായി ഒഴുകി. രാത്രികൾ തണുത്തു. മായാജാലം മങ്ങിപ്പോയി. ആ രാത്രി ലൂമോ വീണ്ടും വിസ്പറിംഗ് ട്രീയുടെ അടുത്തെത്തി. "ഞാൻ ചെറുതാണ്," അവൻ പറഞ്ഞു. "എങ്കിലും എന്റെ കാട് രക്ഷിക്കും." ലൂമോ ഇരുണ്ട ഷാഡോ റെവീൻ എന്ന താഴ്വരയിലേക്ക് കടന്നു. നിഴലുകൾ പുച്ഛിച്ചു. "നീ ബലഹീനനാണ്." ലൂമോ പറഞ്ഞു. "ഞാൻ ചെറുതായിരിക്കാം, പക്ഷേ എന്റെ ഹൃദയം നന്മയുള്ളതാണ്." താഴ്വരയുടെ നടുവിൽ തിളങ്ങുന്ന ക്രിസ്റ്റൽ ലൈറ്റ് ലൂമോ കണ്ടെത്തി. അത് സൂക്ഷിച്ച് വൃക്ഷത്തിന്റെ അടുത്തേക്ക് അവൻ കൊണ്ടുവന്നു. ക്രിസ്റ്റൽ ലൈറ്റ് വേരുകളെ സ്പർശിച്ചപ്പോൾ കാട് വീണ്ടും മായാജാലത്തിൽ നിറഞ്ഞു. പൂക്കൾ വിരിഞ്ഞു, നദികൾ നൃത്തം ചെയ്തു, കാട് വീണ്ടും ജീവിച്ചു. സിംഹരാജാവ് തലകുനിച്ചു. യഥാർത്ഥ ധൈര്യം നന്മയിൽ നിന്നാണ് വരുന്നത്. ലൂമോ പുഞ്ചിരിച്ചു. ധൈര്യശാലിയാകാൻ വലിയവനാകേണ്ടതില്ല. നന്മയാണ് ഏറ്റവും ശക്തമായ മായാജാലം.